ഹലോ, ഞാനിവിടെ ഇവന്റെ ബുള്ളറ്റ് റൈഡ് ചെയ്യുകയാണ്. ഇതൊന്നും കേൾക്കത്തില്ല, കാറ്റ് മാത്രം കേൾക്കാം. നമുക്ക് ബൈക്ക് മേടിക്കണം. ബൈക്ക് വേണം. ബൈക്കിൻ്റെ ഒരു വണ്ടി ആ അത് തന്നെ അത് തന്നെ. നമ്മുടെ സ്പോട്ടിൽ അയ്യോ സ്പോട്ടിൽ ബൈക്ക് ഇതാണ് ചായ സ്പോട്ട്. ഇത് നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ സ്പോട്ടിൽ അവർ വണ്ടി കയറ്റി വെച്ചു. സാരമില്ല, നമുക്ക് അങ്ങോട്ട് വല്ലതും മാറ്റി വെക്കാം. തല്ലി തീർക്കാമേ നീ. കോളേജിൽ നിന്ന് നേരെ ഇറങ്ങിയോ? എങ്ങനെയായിരുന്നു കോളേജിലെ ഫെസ്റ്റില്ല? ചായ പറഞ്ഞില്ലല്ലോ. രണ്ടാം സ്ഥാനം വേലും കൊടുക്കായിരുന്നു. അതിന് മിനിമം 5 കൊണ്ട് കിട്ടും. പെട്ടിട്ടായിരിക്കും. പക്ഷെ റഫീഞ്ഞയുടെ റഫീഞ്ഞക്ക് വാലണ്ടിയർ കിട്ടിയാൽ എനിക്ക് ഒരു എതിർപ്പില്ലായിരുന്നു. ആ കാര്യത്തിൽ ഉറപ്പ് കേസായിരുന്നു. പക്ഷെ യമാനെ 2ാം സ്ഥാനത്ത് ഒരു കാര്യമില്ല. അത് ഓവർ റേറ്റഡ്. അതും ബാർസഫാൻസ് ഓവർ റേറ്റ് ചെയ്താൽ ഞങ്ങൾ ആരും ഓവർ റേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമല്ല. ഇവര് തന്നെ ഇത് കൊടുത്ത് അവനെ സെക്കൻഡ് ഇട്ടു. റഫീഞ്ഞക്ക് 2ാം സ്ഥാനം കൊടുക്കായിരുന്നു. റഫീഞ്ഞക്ക് 2ാം സ്ഥാനം കൊടുക്കാൻ അത് കഴിഞ്ഞ് പറയാം. കൊടുക്കായിരുന്നു. പക്ഷെ ഒന്നോ രണ്ടോ ട്രോഫി എന്ത് കോപ്പാണെങ്കിലും അവിടെ ചെന്നുവിട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഏത് സ്ഥലം? അത് രക്ഷപ്പെടാനല്ല, അവിടെ മൊത്തം ഇന്ത്യക്കാരാണ്. ഭയങ്കര പാടല്ലേ. എനിക്ക് ഞാൻ Full support for Dion Thomas Subi. Please select Dion Thomas Subi as Shaktiman in your next film or Minal Murli. Basil Joseph Universe next superhero Dion Thomas Subi. അല്ലല്ല, ഈക്കകത്തോട് ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അയ്യോ അതെല്ലാം എടുത്തോ. മങ്കരയുടെ പുത്രൻ. എക്സ്പ്രസ് ഇടുന്നുണ്ടോ? വണ്ടി 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 പോവാണോ? കേറല്ലേ ഇനി കടനാട്ട്. ഓക്കെ ബ്ലുപ്പ് ബ്ലുപ്പ് ുപ്പിന്റെ ബാക്കി കൈ വെച്ചിട്ട് എടുക്ക്. യോ ഗൈസ്, അപ്പൊ നമ്മൾ കർണാടകയിൽ എത്തിച്ചേരിക്കുന്നത്. മനോഹരമായ പള്ളി കാണിച്ചു കൊടുക്കും. ഇതാണെങ്കിൽ ജെറുകണ്ടിയുടെ ആണ്. നമുക്ക് കാണിച്ചു കൊടുക്ക്. ഇല്ല, ഞാൻ മറ്റേ ചെറുകണ്ടി അവൻ തന്നെ. നീ കഥ മാറ്റി. ഞാനല്ല, അവനായിരുന്നു. അതെ, ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവൻ ജെറുകണ്ടിയുടെ ആണ്. മങ്കരയുടെ പുത്രൻ. അവർക്ക് എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ചെറുകണ്ടി എബിന് പ്രത്യേക ഫീൽ കൊടുക്കുന്ന ഒരുതരം പാട്ട് കൂടിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കാണുമ്പോൾ എബിന് വല്ലാത്ത ഫീലാന്നാണ് എബിൻ പറയുന്നത്. ആ വീഡിയോക്കാരും പാട്ടാണ് അവന്റെ ഫേവറേറ്റ്. അതെ, അതിനിടയ്ക്ക് ഡാൻസിന് ചില സ്റ്റെപ്പ് കാണുമ്പോൾ എബിന് കുളിര് കയറുന്ന പോലെയൊക്കെയാണ് എബിൻ പറയുന്നത്. എടാ, അതിന്റെ ലിങ്ക് അടി കൊടുക്കണോ? പിന്നെ ജെറുകണ്ടിയുടെ ദയോൺ ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാരും അത് എക്സ്പ്ലോർ ചെയ്യട്ടെ. സിഗ്മ ജർമ്മനിയിൽ അഭിപ്രായം. ഉറക്കം പറയാ, നീ കേക്കായിരുന്നു. ഇല്ല, അവനോട് എനിക്കൊരു ബന്ധവുമില്ല. അവന് ഞാൻ ഉടക്ക മിണ്ടാറില്ല. നീ ഇറ്റാലി പറയാവോ? ഇറ്റാലിയൻ തെറി മാത്രമേ അറിയത്തുള്ളൂ. അതിന്റെ മോനെ എന്നൊക്കെ അത് മാത്രമേ നമ്മൾ അതിന്റെ മോനെ ഇറ്റാലിയനാണോ? അതിന്റെ മോനെ എന്നുള്ളതിന്റെ ഇറ്റാലിയനൊക്കെ അറിയാവുള്ളതെന്നാ പറഞ്ഞത്. എനിക്കല്ല നല്ല വാക്കുകളൊന്നും അറിയത്തില്ല. ഡിയോൺ അറിയാലോ. ഡിയോൺ പറഞ്ഞ് ഉൻ കഫേ കൊണ്ടാത്ത പറഞ്ഞ് ഉൻ കഫേ കൊണ്ടാത്തയുടെ അർത്ഥം തന്നെ ഒരു കാപ്പി കണ്ടോ, പഠിച്ചു. ആണ് നാളെ എന്റെ കൂടെ പോരെ. വിസ എടുത്ത് വിസ സെറ്റ് ചെയ്തേക്കാം. കമ്പ്യൂട്ടറിന്റെ ജോലി മതിയോ? ജോലി കൂടെ സെറ്റ് ചെയ്താ. ജോലി വേണ്ട. ബിസിനസ് ചെയ്യണോ? നോ. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് അവർ കോ പാർട്ട്നേഴ്സ്. 10 million. ഡയോൺ നമ്മുടെ
ഡയോൺ നമ്മുടെ ജർമ്മൻ ബ്രാഞ്ചിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അമൽദേവ് ഇവിടെ അടുത്തൊരു കാട്ട് കോളേജ് ഉണ്ട്, അതിനകത്ത് നമ്മുടെ നമ്മള് പ്രകൃതി ആസ്വദിക്കാൻ പോയ കോളേജ്. അതെ, കോളേജിന്റെ പേര് പറഞ്ഞ പണിയുണ്ടോ? ഓ RIT പണിയില്ല. ചിലപ്പോ ഇത് ടെർമിനേറ്റ് ചെയ്യാൻ പറയോ വീഡിയോ? ഓ ബ്രില്യൻ ബോയ് വെരി ബ്രില്യന്റ്. ഇവനാണ് അംബാസഡർ. ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മൾ അമൽദേവിനെ ഓർമ്മ. ഇങ്ങനെ ഇരുന്ന അമൽദേവാണ് ബ്രില്യന്റിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെയായി. പിന്നെ ട്രാൻസ്ഫോർമേഷൻ നടത്തി. ആ കവിളൊക്കെ നിങ്ങളൊന്ന് നോക്കൂ. ഗുഡു ആ ജോലിയൊന്ന് കാണിക്കാമോ? ജോലിയൊന്നും കാണിക്കാൻ പറ്റില്ല, അത് നമ്മള് റിവീൽ ചെയ്യില്ല. ഷാർപ്പാണോ? കൊണ്ടാ മുറിയോ? നിക്കണ്ട, അത് ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ചിലപ്പോ സ്ക്രീനിൽ കൂടെ നിങ്ങളുടെ കണ്ണു മുറിച്ചു. റിഫ്ലക്ഷൻ അടിച്ചിട്ടാ. ഗേൾസ് ഒക്കെ ഇതിൽ നോക്കരുത്, അമൽദേവിന്റെ ID നമ്മുടെ അടിയിൽ മെൻഷൻ ചെയ്യാം. RIT ഗേൾസ് ഇതാണെന്നുണ്ടെങ്കിൽ അമൽദേവിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അടിയിൽ കൊടുക്കണോ? അമൽ DS വേണ്ട. നമ്മള് അങ്ങനെ റിവ്യൂ, നമുക്ക് പേഴ്സണൽ ലൈഫ് കുറച്ച് എൻജോയ് ചെയ്യണം. നമ്മുടെ അല്ലെ പിന്നെ DMs ആയി, മെസ്സേജസ് ആയി. ടൈമില്ലല്ലേ? നമുക്ക് പഠിക്കണം. കോളേജിൽ കയറി 3:30 ആകുമ്പോഴത്തേനും ഗ്രാഫിക്സ് പഠിച്ചിട്ട് ആ സാറിന്റെ ഗ്രാഫിക്സ് വെച്ചിട്ട് എന്തായി ഉണ്ടാക്കണം, ബുക്ക് വെച്ച് കൊടുക്കണം. എന്നാ കാണ സാറിന് എങ്ങനെ കൊടുക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയില്ലേ അപ്പൊ ആ സാഹചര്യത്തിൽ താങ്കൾ എന്താണ് അയാളോട് പറയാൻ പോകുന്നത്? നമ്മളൊന്നും പറയാനില്ല, നമ്മള് സൈലൻസ് ഈസ് ദ ബെസ്റ്റ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് നമ്മള് മാറാൻ ഡിയോന്റെ കഥ പറയും. ഡിയോന്റെ മാസ് സ്റ്റോറി. ഹെൻറി കാവിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അതെ, പിടിക്കാത്ത. അതെ, ഇനി ഡിയോന്റെ കഥ പറയട്ടെ. കഥ പറ. മൊത്തത്തിൽ കൊല്ല വർഷം പറയട്ടെ. നിങ്ങൾ ഉണ്ടായിരുന്നു ഡിയോൺ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ നീ ക്യാമറ നോക്കി പറഞ്ഞു. അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും. ഈ ഡോക്യുമെന്ററി ഒക്കെ എടുക്കുന്ന കുഴപ്പമില്ല. ഫസ്റ്റ് ഇയർ പഠിച്ചപ്പം ഗ്രാഫിക്സിന്റെ സാറുണ്ട്. ഞാൻ ഫസ്റ്റ് ഇന്റേണല് പൊട്ടിയപ്പോ സാറ് പറഞ്ഞ് നീ ഇങ്ങനെയാണ് ജയിക്കുക കേട്ടോ. അതെവിടെ കൊണ്ടു? എവിടെയും കൊണ്ടൊന്നില്ല. ഈഗോയിൽ കൊണ്ടോ? ഈഗോയെ പറ്റി പറയുമ്പോൾ നമ്മൾ അമൽദേവിനെ സ്വാഭാവികമായിട്ട് എന്നെ ഓർക്കേണ്ട ആവശ്യമില്ല. ഈഗോനെ പറ്റി നമ്മൾ ഓർക്കണം. അല്ല, കഥയുടെ ബാക്കി പറഞ്ഞു. തെന്നി മാറില്ലേ? അത് ഡിയോണ്ട് ഈഗോയിൽ കൊണ്ടു. സെക്കൻഡ് സെം പോട്ടെ, സെക്കൻഡ് ഇന്റേണല് നമ്മൾ പാസ്സായി. പിന്നെ മെയിൻ സെം എക്സാം വന്നപ്പോഴും നമ്മൾ പാസ്സായി. സാറെന്ത് പറഞ്ഞു? സാറെന്നെ പറഞ്ഞു, സാറിതൊക്കെ കൊറേ കണ്ടിട്ട് കാണും. സാറ് ഇതിന്റെ ഇത് പാസ്സായിട്ട് അവിടെ വന്ന് പഠിപ്പിക്കാൻ. ഞങ്ങളോടത്ത് ഒരിട വന്നിരുന്നേ. കാണുമല്ലോ. മാറ്റി വെക്കാൻ പറഞ്ഞാ. 1-ാം തീയതി തൊട്ട് പെരുന്നാളുണ്ട്. 1-ാം തീയതി ഒരാഴ്ചത്തേക്കുണ്ട്. 1-ാം തീയതി ഞാൻ ഫ്രീയാ. ക്രിസ്റ്റോയും ഫ്രീയാ. ഓ ഗൈസ്, അപ്പൊ നമ്മള് അത് പറഞ്ഞില്ല, ഇറ്റാലിക്ക് പോകുന്നു. ക്രിസ്റ്റോ ഇറ്റാലി. നെബിനെ കണ്ട നെബിൻ പറഞ്ഞല്ലോ നിന്റെ ആരാ ഇത്? ജീവൻ. ജീവൻ. We are all with you. സ്പെഷ്യൽ മെൻഷൻ ജീവൻ. ഹോണറബിൾ മെൻഷൻസ് ജീവൻ. വീൽ ചെയറിലാണെന്നാണ് അവസാനം കിട്ടിയ ഇൻഫർമേഷൻ. വീൽ ചെയറിൽ നിന്ന് എത്രയും പെട്ടെന്ന് എണ്ണീറ്റിടന്ന് ഇതിലേക്കളെ ട്രിപ്പിളൊക്കെ ആശംസിക്കുന്നു. ചിരി കണ്ടോ? ഇവനെ ഫോക്കസ് ചെയ്യും. എന്നെ ഇപ്പൊ ഫോക്കസ് ചെയ്യണ്ട. അപ്പൊ ബാക്കി